ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ റംസാനൊക്കെയാണ്, റംസാൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ്. അപ്പോൾ ഇന്നലെ ഒരു വാഗ്ദാനം തന്ന വീഡിയോ ഉണ്ട്, ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടോക്ക്. കുറച്ചേരം കണ്ടില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു വാഗ്ദാനം തന്ന ആള് ഇന്ന് നമ്മ അസറിന് പള്ളിയിൽ പോയപ്പോൾ എന്താണ് അവസ്ഥ? ഫോൺ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞ? ആ പുള്ളിക്കാരനെ വീട്ടിൽ നിന്ന് എണീപ്പിക്കാൻ പോണെയാണ്. സായിലിൻ്റെ വീട്ടിൻ്റെ അവിടെ നമ്മൾ നിൽക്കണം. അപ്പോൾ റംസാനൊക്കെ ആർക്കൊക്കെ ക്ഷീണുണ്ടെന്നൊക്കെ അടി കമന്റ് ചെയ്യാ. എനിക്ക് വലിയ എനിക്ക് നമ്മ രാവിലെ കിടന്ന് തുടങ്ങിയ ഒരു ചാമ്പി കണീച്ചല്ലേ ഡൈമോളി അനി പറയാൻ പോണിക്കെന്താ അറിയോ, പള്ളിയിൽ പോയി പുതിയ പള്ളിയിൽ പോയി കിടന്നൊക്കെ പറയും. പിന്നെ മറ്റേ കോളേജ് ഉണ്ടായെന്നൊക്കെ പറയും. അതിന്റെ വീട്ടിലാണ് ഇപ്പൊ പറയാൻ പോണോ, കോളേജിൽ പോയതാണ് ഇതാന്നൊക്കെ നമുക്ക് പോയി കാണാവാ. സായില് എണീച്ചടക്കാണ് ഫോണില്, നമുക്ക് എവിടെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ രാവിലെ ഉറങ്ങൂല എന്ന് പറഞ്ഞ ആള്, റംസാൻ മാസം രാവിലെ ഉറക്കൂല എന്ന് പറഞ്ഞ ആള്. അപ്പൊ നമ്മുടെ റംസാൻ മാസത്തില് ഫസ്റ്റ് ദിവസം ക്ഷീണത്തിന്റെ ഉറക്കണം. ഞാൻ രാവിലെ ഉറങ്ങിയില്ല, ഞാൻ കോളേജിൽ പോയി. എന്താ പറഞ്ഞ 1:30 അത് കഴിഞ്ഞ് ഫോണിൽ കളിച്ചൊക്കെ ഇരുന്നു. ജാൻസിന്റെ കൂടെ ജാൻസിനോണ്ടില്ല, അപ്പൊ ഉറങ്ങിയാൻ 2:30 ഉറങ്ങി. എണീച്ചിട്ട് ഉറങ്ങി. ഇതുപോലെ ക്ഷീണമുള്ള ആൾക്കാരെ കടി കമന്റ് ചെയ്യാ. ക്യാമറയുടെ ബാക്കിൽ ഇരിക്കുന്ന ആള് എത്ര മണിക്ക് എണീച്ച്? ഉച്ചക്ക് ചെമ്പിട്ടുള്ളില് അമ്മ കോളേജ് നാളെ സുഖമില്ലതല്ലേ. ശരിയാണ്, കോളേജിന്റെ അടുത്ത് സുഖമാണ്. ഞാൻ നിസ്കരിക്കരുത്, അങ്ങോട്ട് ഞാൻ വരാം. നമ്മ സഹലിനെ കാണിച്ചേ നമുക്ക് നോക്കാം. എണീച്ചിട്ടില്ല, എണീച്ചിട്ടില്ലല്ലോ. ചെവിനോട് വെച്ചിട്ട് ഇത്രയും ക്ഷീണത്തിൽ ജീവിതത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം ഒന്ന് അറിയിക്കട്ടാ. രാവിലെ ഉറങ്ങാൻ പറ്റിയില്ലേ? പറയണെങ്കിലും കട്ടായി. പണിക്ക് പള്ളി പോണ്ടേ, പണിക്ക് ഉമ്മ വിളിക്കാണ്. ഏത് ദിവസമാണ്? നോമ്പാണ്. ഏത് ദിവസമാണ്? ഉമ്മ വിളിക്കണ എല്ലാരെയും എണീപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വലിയ ക്ഷീണം തോന്നാറുണ്ട്. ക്ലാസ്സിലൊക്കെ പോയില്ലേ? ക്ലാസ്സിൽ പോയാലും വെറുതെ അവിടെ. അപ്പൊ നമുക്ക് ബീച്ചിലേക്ക് അല്ലൂനെ കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ടല്ലേ, നമുക്ക് അവരുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ ഉച്ചക്കും വൈകിട്ടൊന്നും ഉറങ്ങൂല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉറങ്ങിയിട്ട് ഇപ്പൊ 5:30 എത്തിയേക്കണത്. അപ്പൊ നമ്മളപ്പോ ഇന്ന് ഉസ്താദ് ഒരു കംപ്ലൈന്റ് പറഞ്ഞേ. എന്താണ്? ഇപ്പൊ കാണാത്ത ആൾക്കാരാ പള്ളി കണ്ടത്. തൊപ്പിയൊക്കെ വെച്ച് ചെക്കൻ ഇറങ്ങിയിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് പല്ലുണ്ട് കുഞ്ഞുണ്ട്. നമ്മ മൈക്ക് ഇപ്പൊ നമ്മളെ ചെക്കനെ കൈമാറണാണ് ഇന്നായില്ലേ. അപ്പൊ നിങ്ങളാ നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് പറയാ? എങ്ങനെ ഉണ്ടായി? തളർന്നു? തളർച്ചയില്ല, പണിക്ക് പോയിട്ട് സീനൊന്നുമില്ല. വെയിലൊക്കെ എങ്ങനെയാണ്? സീനാണോ? എല്ലാം നമുക്ക് ഇതാക്കാൻ പറ്റുന്ന പറയണം. രാവിലെ ഉറക്കൂല റമദാനില്. എത്ര മണിക്ക് ശേഷം? രാവിലെ ഉറക്കൂല, അത് അങ്ങനെ തന്നെയാണ്. കോളേജിൽ വന്നിട്ട് നമസ്കാരം കഴിഞ്ഞ ശേഷം ചെയ്യണം, അതായത് പ്രാർത്ഥനയും ഇതൊക്കെ കഴിഞ്ഞ് സ്റ്റിക്കറും അതും ഇതൊക്കെ കഴിഞ്ഞ് വിശ്രമ സമയം.
വിശ്രമ സമയത്ത് നമുക്ക് ഉറങ്ങാന്നുറടെ, അതായത് രാത്രികൾ എന്താണ് ഹനാൻ ഷാന്റെ റോക്സ് ഹനാൻ ഷാന്റെ റോക്സ് വട്ടായി പറയണത്. ഞാന് ഒരു വട്ടം പറഞ്ഞു, എത്ര വട്ടം പറഞ്ഞു? 3 വട്ടം പറഞ്ഞു. അവന് സായിനെ ഒന്ന് ഇനി ആൾക്കാരെ ശ്രദ്ധിക്കട്ടാ, അവന് മുഖമൊക്കെ മാറി. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് രാത്രികളിലെ പ്രാർത്ഥന കൂടുമ്പോ രാവിലെയുള്ള ഉറക്കം കൂടും. ആരാ? ഓ, അതൊരു കണ്ടന്റ് ആക്കിക്കോ. മൻസൂർ. അപ്പൊ അതാണ് പറഞ്ഞത്, ആ ഒരു ക്ഷീണത്തിൽ ഉറങ്ങിയതാണ് ഇന്നലെ രാത്രി. എന്തായാലും മൂന്നേര് കാണോളൂ വ്ളോഗ്. ഇനിയിപ്പൊ എന്താണ് മൂന്നേരല്ലേ കാണുള്ളൂ, പ്രശ്നം വേറെ ആരും കാണില്ല. ഇല്ല ഇന്ന് നേരത്തെ അതിന് കോലളി കോലളിന്റെ ഇപ്പഴത്തെ മാസ്റ്ററിന്റെ അടിയിലെ മാസ്റ്ററാണ് എല്ലാരും അങ്ങനെ പറയും. നീ അങ്ങനെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഓളത് അവിടെ എല്ലാരും ഉണ്ട്. അപ്പൊ അത് നിങ്ങളെ കണ്ടപ്പോ ഇങ്ങോട്ട് വന്ന് ആരൊക്കെ ഓർമ്മയില്ല. അത് നമുക്ക് ഇല്ലടാ, നിന്റെ ഭാഗം കട്ടയോളാ, ഞാനടിച്ച് കട്ട് ചെയ്തോളാം. അപ്പൊ നമ്മളപ്പോ ഉള്ളത് ഇപ്പൊ ഹലാലായിട്ട് നടക്കുന്ന അല്ലു. താങ്കളുടെ വർക്കൊക്കെ കഴിഞ്ഞു? ഏറ്റവും കൂടുതൽ സിനിമയില് മേക്കപ്പ് ചെയ്ത താനാണ്. മേക്കപ്പ് അല്ല, ഹെയർ കട്ട്. ഹെയർ കട്ട് ഞാൻ ഗണപതിനെ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ മറിമായത്തിലെ മറ്റേ രാവിലെ ആളെ പേര് എനിക്ക് ഓർമ്മയില്ല. പോയാ മറിമായത്തിലെ പോയാ ഹെയർ സ്പെഷ്യലിസ്റ്റ് അല്ലു. ഇന്ന് പെരുന്നാൾ മാത്രം കാണാം. ഹലാൽ ഡ്രീം എന്താണ് കണ്ടില്ലേ? റീലൊക്കെ കാണാം, ഹലാൽ റീലൊക്കെ കാണാം. 4 വൈഫിനെ സ്വപ്നം കാണണം. 4 വൈഫിനായിട്ടൊരു നോമ്പുറ, അതാണ് എന്റെ സ്വപ്നം. കണ്ടന്റ് അല്ലേ? കണ്ടന്റ് മുഖ്യം, സ്വപ്നം മാത്രം അല്ല. റിയൽ ലൈഫിലേക്ക് കയറാൻ പോണെന്ന് പറഞ്ഞിട്ട് എന്തിട്ട് അടിച്ചത്? സ്വപ്നം മാത്രം അല്ല, റിയൽ ലൈഫിലേക്ക് കയറാൻ പോണെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും എത്തിയില്ല. എന്തുകൊണ്ട്? സോഷ്യൽ ആൻസൈറ്റി ആണോ? അതെന്താണ് സോഷ്യൽ ആൻസൈറ്റി? നാണോ? ആളൊന്നുമില്ല. സാഹൽ കോളേജിലെ പിള്ളേരാണ്ട് നമ്മളാ. യെസ് ബ്രോ, ഞാൻ മരം കാണിക്കാം കൊടുക്കി. നമ്മളാ കോളേജിലെ ഗൈസാണ്. കലോത്സവ പിരിവ് വന്നിട്ടാണ്. ആർക്കെങ്കിലും കലോത്സവത്തിന് സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൊച്ചു കോളേജ് ചെയർമാനെ സഹറിനെ ടീമിനെയും എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യുക. നല്ല പയ്യന്മാരാണ് അല്ലേ? ഗൂഗിൾ പേയിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാണേ. എല്ലാ ദിവസവും ഇങ്ങനെ ഇറങ്ങും. ആ നോമ്പിൻ്റെ ആദ്യ ദിവസം അതിഗംഭീരമായിട്ട് പൊടിപൂരമായിട്ട് വീട്ടിൽ സാധനങ്ങളൊക്കെ എല്ലാവരും വീട്ടിലും പൊരിച്ചും അല്ലേ വെച്ചും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാവരും. അപ്പോൾ ഗൈസ്, നോമ്പുറയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയേക്കണത് ഇപ്പോൾ നമ്മളെ അല്ലാറം എനിക്ക് സ്ഥിരമായിട്ട് തന്നെ നമ്മ ലോ ജംഗ്ഷനിൽ മമ്മൂനിക്കാൻ്റെ ചായക്കടൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് കാണിച്ചു കൊടുത്ത് ഉപ്പിലിട്ടതും ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുണ്ട്. അപ്പൊ നമ്മ ഇവിടെ ഉപ്പ് സോഡ കട എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ഒന്നുകൂടെ പറ. കൊടംകലക്കി. അപ്പൊ കൊടംകലക്കി മസ്റ്ററായി ആയിട്ടാണ് നമ്മ 3 വർഷമായിട്ട് തുടങ്ങിയിട്ട്. 3 വർഷവും നമ്മ ഇവിടെ തന്നെ എല്ലാ ദിവസവും ഇവിടെ വരാണ്ട് നല്ല നോമ്പും അത്താൻ കഴിക്കാൻ പോക്കില്ല. അപ്പൊ അടിപൊളി ഷോപ്പാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അടിപൊളിയാണ്, ചിക്കുവിന്റെ ആക്ടിങ് എങ്ങനെയുണ്ട്? അടിപൊളി. ചിക്കു എന്റെ മെയിൻ ആളാണ്. അപ്പൊ എന്റെ പലവരായിട്ട് നമുക്ക് കമ്പനി ഉണ്ടാവും. വെല്ലുപ്പാന്റെ കൂട്ടാണ്
പേരെന്ന് പറഞ്ഞേ മനാഫ് യൂട്യൂബ് ചാനലാണ്. അതെ, നമ്മളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ഇത് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇന്ന് തുടങ്ങിയിട്ട് കച്ചവടം ഉണ്ട്. കച്ചവടം അടിപൊളി. നമ്മളെ വീഡിയോ ഇറങ്ങുമ്പില്ലേ കച്ചവടം ഡബിൾ ആവും. അതെ, ആമീൻ. അപ്പൊ നമ്മളെ എന്റെ വല്ലുപ്പാന്റെ കൂട്ടുകാരൻ, സ്വന്തം കൂട്ടുകാരൻ. അതെ, ഇവിടെ കടവങ്ങനെ എത്ര വർഷമായി? ഞാനിപ്പോ 10 ഇവിടെ മൊത്തം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അല്ല, ഇവിടെ തുടങ്ങിയിട്ട് ഇതുപോലെ തുടങ്ങിയിട്ട് 10 വർഷമായി. കോട്ടംകാലി തുടങ്ങിയിട്ടാ. ഞാൻ ഇറങ്ങണ 3 വർഷത്തിനാണ്. 3 വർഷത്തിൽ 90 ദിവസം അവിടെ വന്നിട്ടുണ്ട്. ബാക്കി ഒരു 200 ദിവസം മിസ്സായി പോയി. അപ്പൊ ഇനി എല്ലാ ദിവസവും അങ്ങോട്ട് ഉണ്ടാവും. താന്താരി സീനാക്കിട്ടാ. താന്താരി സീൻ 30 ദിവസം ഇതിവിടെ ഉണ്ടാവും. അമ്മോന്റെ പിന്നെ തീർച്ചയായിട്ടും നിങ്ങളാണ് ആദ്യം അല്ലേ ഇവിടെ യൂട്യൂബാര്. നമ്മവരാണ് പുള്ളി ഉറങ്ങാറില്ല, നമ്മവരാണ് കട കൂട്ടാറില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. എനിക്ക് അപ്പൊ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താല്ലേ സൽമാൻ? നോമ്പ് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഷട്ടിലളി. ഇവിടെ ഇപ്പൊ മാച്ച് അടക്കണത് പുലിയും ചിക്കും തമ്മിലാണ്. സോറി അല്ലു ഔട്ടായിട്ട് മാറല്ല കള്ളക്കളിയാണ്. എന്നാലും പറയാവുള്ള കളീനെ കുറിച്ച് ഭയങ്കര വെയിറ്റ് ചെയ്യുന്നു. എത്ര ഷട്ടിലുള്ളൂ കോർക്ക് വിളിച്ചത്? 2 2 കോർക്ക് വിളിച്ചിരിക്കാൻ. സുഹേൽ അടിച്ച് നശിപ്പിച്ചത്. സുഹേല് അപ്പൊ ഗൈസ് ഇവിടെ പുതിയ ഓണ്ടർപ്രണേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സെക്കൻഡ് തുരുത്തി ജംഗ്ഷനിൽ ഒരു ചായക്കട കടിക്കണ തുടങ്ങിയിട്ടുണ്ട്. മസ്റ്റായിട്ട് എല്ലാവരും അവിടെ നിന്ന് കടി മേടിക്കുക. തുരുത്തി ജംഗ്ഷൻ ഉള്ളി വെച്ച മസ്റ്റർ കട്ട്ലൈറ്റ് വെള്ളാപ്പം പരിപ്പോട ഉള്ളി വെച്ച മസ്റ്ററാണ്. മിസ്സാക്കരുത്, അടിച്ചായി പോവും. പിന്നെ ഷെഫ് തുരുവിന്റെ എന്താണ് ഒരു ഷെഫ് തുരു ഫ്രം തുരുത്തിന്റെ കടികളാണ് മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ. അത് എന്നിട്ടില്ല, ഇവൻ പറഞ്ഞത് ഉള്ളിവടയാണ്. അപ്പൊ മസ്റ്റാർഡ് അല്ലേ ഉള്ളിവട ട്രൈ ചെയ്തിട്ട് കൊള്ളൂലെങ്കിൽ സ്മൈൽ മേക്കർ അല്ല അനു എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് സുഹേൽ സൈൻ, എന്റെ അക്കൗണ്ട് സുഹേൽ സൈൻ ഉണ്ടോ? എന്നെ ഒന്നും പറയണ്ട. ഒന്നും പറയാനില്ല. അപ്പൊ മസ്റ്റായിട്ടും എന്ത് ചെയ്യാ ട്രൈ ചെയ്തിട്ട് ഇവരറിയിക്ക. പിന്നെ നോമ്പയക്കാനാ ഇവിടെ ഇല്ലാത്ത ആൾക്കാരൊക്കെ വന്ന് അപ്പൊ നോമ്പയക്കാനാ ഒരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സഹലൊക്കെ ശരീരം അനക്കാൻ വേണ്ടി വന്നേക്കണേണ്. ഇത് ചിക്കു എന്ന് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എല്ലാരും കണ്ണു വെച്ച് കാണിച്ച് തോക്കാണ്ടിരിക്കാനുള്ള ഉപ്പൊക്കെ നോക്കും. അടിച്ച് കളിയട ഇവന് കളിയുടെ രാജാവ് രാജകുമാരൻ സഹൽ, പുതുക്കാട്ട് പറമ്പിലെ ചാമ്പ്യൻ. സഹൽ മുന്നേറ്റം. നിങ്ങൾ കാണുക 10 സെക്കൻഡ് കൊണ്ട് അഴിനാടി സഹൽ. അർത്തനാണ്. അപ്പൊ അടുത്തത് നീ നിന്നെ ഞാൻ തോപ്പിച്ചല്ലേ? ഓക്കെ, മാറിന്നിട്ട് അപ്പൊ ഗൈസ് ഞാൻ മേടിച്ചോ. അപ്പൊ ഗൈസ് ക്യാമറമാൻ ചേഞ്ച്. ഇനി സഹലിന് 10 സെക്കൻഡ് അതിനാട്ടം കഴിഞ്ഞ് സാഹിൽ എത്ര സെക്കൻഡ് അതിനടുത്ത് കാണാം? സാഹിൽ അടി വേണ്ടി നടിക്കൂലടാ, കുമ്പിട്ട കടിക്കോട്ടാ. അപ്പൊ സാഹിൽ വീണ്ടും സാഹിൽ തുരു സാഹിൽ അതിമനോഹര മുന്നേറ്റം. ദിശ മാറി സാഹിൽ അങ്ങനെ സാഹിൽ എങ്ങനെയെങ്കിലും അടിച്ചിപ്പുറത്തേക്ക് കിട്ടാനുള്ള മൈൻഡിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹായ് നോമ്പായിട്ട് കണ്ടില്ല രാവിലെ ഒന്നും പള്ളിയൊന്നും പകരില്ലേ? വണ്ടി പറ്റും. അപ്പൊ സാഹിൽ കളി സാഹിൽ സാഹിൽ നല്ല ഗതപ്പ് ചിരിക്കണേണ്. സാഹിൽ ബാറ്റൊക്കെ പൊളിക്കോ?
ഒരു മിനിറ്റ് കളിച്ചു, ഒരു മിനിറ്റ്. ശരി കളിയാണ്. Guys, out ആയി, ഇത് out ആയി. ഓ കിങ് ആവോ നമുക്ക് നോക്കാം. കിങ് എത്തി ഗൈസ്, കിങ് എത്തി. അപ്പൊ രണ്ട് ഗുജറാത്തിയൻസ് ആണ് തമ്മിൽ ഏറ്റുമുട്ടുന്നത്. സ്പോട്ട് മാറിയിട്ടാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഉണ്ടായോ? അപ്പൊ ഗൈസ്, രണ്ട് ഗുജറാത്തിയൻസ്, രണ്ട് വെളിയൻസ്, ഇവരെല്ലാരും ഒരുമിച്ച് പഠിച്ചവര്. അവര് തമ്മിലുള്ള ഏറ്റവും വലിയ ക്ലാസ് ഇപ്പൊ തോപ്പിക്കാൻ അതൊന്നും പാട്ടൊരു കാര്യമില്ല. അല്ല ജസ്റ്റ് ഔട്ടായി. ഒരു വെളി പോയി. ഇവിടെ കാണൂടാ. പൊസിഷൻ ഷോക്കാണ്, പൊസിഷൻ മാറ്റണം. അവൻ അവിടെയായിരുന്നു, അവൻ ഇപ്പുറത്തേക്കായാണ്. അത് കള്ളത്തരമാണ്. ആണോ ഒക്കെ ഫേക്ക് കളിയാണ്. കൊച്ചുപറമ്പിന്റെ സ്വന്തം താരം. അതെ, കൊച്ചുപറമ്പിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന അൻഫാസ് ഉബൈദ് എന്ന അനുയുടെ മത്സരമാണ് നമ്മളിവിടെ കാണുന്നത്. അനു കൈവച്ച് എന്താ കാണിക്കുന്നത്? ഇതാ ചാടു, കൊച്ചു ചാടു വീശിയടിക്കുന്നു. അതാ താങ്കൾ കടയിൽ നിന്നും കത്തി ഉയർത്തുന്ന പോലെ വീശിയടിക്കുന്നു. ഇതാ ഇത് മാറിക്കൊണ്ട് സുഹേലിന്റെ ആ വലിയ ഷോട്ട് കൈവിറപ്പിച്ചടിക്കുന്ന സുഹേൽ. ഇതാ അനുവിന്റെ മേത്തേക്ക് ഒന്നുമായില്ല. ശോകമായി കോർക്കിനെ കുറ്റം പറയുന്ന ചടു. ഓ, വാശിയേറിയ ഒരു മത്സരം നമ്മൾ കാണാം. ഇതാ കേറിയാനു. ഓ, ചാന്ത് പൊട്ടിന്റെ സ്റ്റൈലിൽ വലിച്ചടിക്കണോ? ഓ, പോയി. പറമ്പിലാണെങ്കിൽ ഔട്ടാണ്. പോയി ഗായ്സ്. അപ്പൊ ഗായ്സ്, ഇന്നത്തെ വ്ലോഗ് എളിയ വ്ളോഗ് കറക്റ്റല്ലേ? അതെ, എളിയ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നാളെ എന്തായിരിക്കും വ്ളോഗ്? നാളത്തെ വ്ലോഗ് നാളത്തെ അഫാന്റെ ഷോപ്പ്. നാളെ അഫാന്റെ അവിടെ ടൂറ്. അതാണ് ആരൊക്കെയോ എന്തൊക്കെയോ എടുക്കണ. അപ്പൊ അതാണ് നാളത്തെ വ്ളോഗ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് പല ഘട്ടങ്ങളിൽ നിന്ന് എടുത്ത വ്ളോഗാണ്. അതായത് സ്റ്റാർട്ടിങ് സാലിൽ എണീക്കലല്ലേ, എന്റെയും സാലിലേക്ക് എണീക്കലല്ലേ, അവിടെ തുടങ്ങി ഇതാ രാത്രി ഷട്ടിൽ ബാറ്റ് അവസാനിപ്പിച്ച് ആദ്യത്തെ നോമ്പ് ഗംഭീരം. അതെ, ഇങ്ങനെയാണ് നമ്മളെ നോമ്പ്. അപ്പൊ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ്.